എന്തായാലും ഘടകകക്ഷിയാക്കണം. ഈ നിലമ്പൂരിന് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുമ്പ് അതെ ഉറപ്പായിട്ടും ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ മുന്നണി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആവുന്നുണ്ടെങ്കിൽ ഇലക്ഷന് മുമ്പേ ഉണ്ടാവണം, എങ്കിലേ നമ്മളെ തീരുമാനത്തിന് വിലയും വിലയുള്ളൂ, ഗുണമുള്ളൂ. പ്രസിഡന്റ് എങ്കിൽ ഉറപ്പായിട്ട് ഇപ്പം അൻവർ ഘടകകക്ഷിയായിട്ടുണ്ടാകുമായിരുന്നു. അതെ, അത് ഇപ്പൊ സണ്ണി ജോസഫും അതിന് കഴിവുള്ളതും തന്നെയാണ്, ഒരു കുഴപ്പം വേണ്ട. ലീഗിനപ്പുറത്തേക്ക് അത്തരം ഘടകകക്ഷിയെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അൻവറിനെ കൂട്ടിവെച്ച് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടു. ലീഗ് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി, പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി നടത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അൻവർ പറയുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരം എന്തെങ്കിലും ചർച്ചകളോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള ഇടപെടൽ കാര്യമായി ഉണ്ടായില്ല എന്ന അൻവറിന്റെ വിമർശനമുണ്ട്. അപ്പം അതെങ്ങനെയാ കാണുന്നത്? എന്തായാലും 2-3 ഭാഗത്തു നിന്ന് അദ്ദേഹമായിട്ട് സംസാരം നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്, ഇനിയും നടക്കും. തെരഞ്ഞെടുപ്പ് ആവുമ്പോഴത്തേക്കും അൻവർ UDFന്റെ ഭാഗമാകും. ആക്കുക എന്നതാണ് വ്യക്തിപരമായി എന്റെ താല്പര്യവും കാഴ്ചപ്പാടും. വീണ്ടും അൻവറുമായിട്ട് സംസാരിക്കുന്നുണ്ടോ? ഞാൻ കണ്ടിട്ട് സംസാരിക്കും. നിലമ്പൂരൊന്നും പോലെ നിലമ്പൂരിൽ നിന്ന് അത് നമ്മളെ ഒരു പൊതുസ്ഥലത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കും. അൻവർ UDFിലേക്ക് വന്നാൽ തന്നെ ഭാവി UDFന് അൻവർ ഒരു ബാധ്യതയാകുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർക്കൊക്കെ ഈ പ്രതിപക്ഷ നേതാവിനൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബാധ്യതയായി മാറും എന്ന്? അതൊക്കെ പറയാൻ തുടങ്ങിയാൽ വല്ലാണ്ട് ആഴത്തിൽ പോകണം. എന്നെ നിങ്ങൾ കൊടുക്കാൻ നോക്കണ്ട, ആ കുടുക്കിൽ ഞാൻ പോകില്ല. ആ കുടുക്കിൽ ഞാൻ ഭരണത്തിനെതിരെയുള്ള ശക്തമായ പോരാളിയായിട്ടാണോ PV അൻവറിനെ കേസ് കാണുന്നത്? ഞാൻ അദ്ദേഹത്തിന്റെ നേരത്തെ എനിക്കറിയാം, ചെറുപ്പത്തിലെ അദ്ദേഹത്തെ എനിക്കറിയാം. യൂത്ത് കോൺഗ്രസ് ആയിരിക്കുന്ന കാലം മുതൽ അൻവറുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ എൻ്റെ പിറകെ തന്നെ മലപ്പുറം ജില്ലയിലെ എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം നിന്നൊരാളാണ് അൻവർ. നല്ല ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പ ഞാനുമായി നല്ല ബന്ധമുള്ള ആളാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ DCCയുടെ പ്രസിഡന്റായിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെ ഒരു വൈകാരിക ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ പുറത്ത് എനിക്ക് കുറച്ചും കൂടെ ശക്തമായി അദ്ദേഹത്തോട് പറയാനുള്ള കപ്പാസിറ്റിയും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ നിലയ്ക്ക് ഞാൻ ഒന്നും കൂടെ പ്രഷറൈസ് ചെയ്ത് അദ്ദേഹത്തെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഞാൻ നടത്തും. ഇന്നും അൻവർ പറഞ്ഞത് ഷൗക്കത്തിനെതിരെ തന്റെ അഭിപ്രായം മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇരുന്നോട്ടെ, എന്ന കുഴപ്പം അല്ല. അങ്ങനെയാകുമ്പോൾ ഈ മുന്നണി പ്രവേശനമൊക്കെ മുന്നണി പ്രവേശനം എന്ന് പറയുന്നതും ഇതും തമ്മിലൊരു വ്യത്യാസം ബന്ധമില്ല. അദ്ദേഹം വോട്ട് ചെയ്താൽ മതി. അദ്ദേഹം ഷൗക്കത്തിനെ പ്രകീർത്തിക്കണ്ട, ഷൗക്കത്തിനെ തലയിൽ വെക്കണ്ട. ഷൗക്കത്ത് നമ്മുടെ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിക്ക് അദ്ദേഹം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കർമ്മം വോട്ടാണ്. ആ വോട്ട് ചെയ്യാം, അതാണ്. ഈ ജോയി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് അൻവറിന് ഒരു ഉറപ്പ് താങ്കൾ കൊടുത്തിരുന്നു? ഞാനെന്ത് കൊടുക്കാൻ? സമയത്ത് ഞാനാരും കൊടുക്കാൻ? പ്രസിഡന്റായിരുന്ന സമയത്ത് നമ്മളിപ്പോ തൊപ്പിയും പിന്നെ കിരീടവും പോയി നിൽക്കുമ്പോൾ പിന്നെ ഞാനെന്ത് കൊടുക്കാനാ? ഓക്കെ. PV അൻവറിന്റെ UDF മുന്നണി പ്രവേശനം സംബന്ധിച്ചാണ് മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അൻവറിന്റെ വോട്ട് അത് നിർണായകം തന്നെയാണ്. അത് ചെറുതായാലും വലുതായാലും അൻവറിന്റെ വോട്ട് നിലമ്പൂരിൽ നിർണായകമാണ്. അൻവറിനെ കൂട്ടിയില്ല എങ്കിൽ അത് തിരിച്ചടിയുണ്ടാകും. അപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിൽ എത്തിച്ചേരും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് K സുധാകരൻ. KR സാജു കൂടുതൽ വിവരങ്ങൾ നൽകും. സാജു, PV അൻവറിന്റെ പിന്തുണ സംബന്ധിച്ച്, അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നത് സംബന്ധിച്ച് മുൻ KPCC അധ്യക്ഷന്റെ നിലപാട് എന്താണ്? ദിവ്യ, കോൺഗ്രസിൽ ഒരു ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത്രയും നേരം കോൺഗ്രസ് നേതാക്കൾ PV അൻവറിന് മുന്നിൽ ഉപാധികൾ വെച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. എന്നാൽ അതല്ല ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മുൻ KPCC അധ്യക്ഷനായ K സുധാകരൻ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട എന്ന നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നു. അൻവറിനെ UDFന് വേണം, അൻവർ വിരുദ്ധരെ മരവിപ്പിക്കും എന്നാണ് പറയുന്നത്. കോൺഗ്രസിൽ അൻവറിനെ എതിർക്കുന്നവരുണ്ടോ എന്ന ചോദ്യത്തിന് അത്തരം നീക്കങ്ങൾ നടത്തുന്നവരെ മരവിപ്പിക്കും എന്നായിരുന്നു K സുധാകരന്റെ വാക്കുകൾ. അതിനോടൊപ്പം തന്നെ VD സതീശൻ ഇത്
ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട എന്ന് പറയുന്നിടത്തും വളരെ കൃത്യമായ സന്ദേശമാണ് കെ സുധാകരൻ നൽകുന്നത്. അൻവറിനെ ഇപ്പോൾ UDF-ൽ ഉൾപ്പെടുത്താതെ രീതിയിൽ മുന്നോട്ട് പോകുന്നത് VD സതീശന്റെ നിലപാടാണ്. ആ നിലപാട് താൻ അംഗീകരിക്കാൻ, മുൻ KPCC അധ്യക്ഷനായ താൻ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുകൂടിയാണ് കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് PV അൻവർ CPM-നോട് ഇടഞ്ഞു വരുന്ന സമയത്ത് KPCC-യുടെ അധ്യക്ഷനായിരുന്ന ആൾ കെ സുധാകരനാണ്. ആ കെ സുധാകരനാണ് പറയുന്നത് UDF-ന്റെ ഭാഗമായി അൻവറിനെ ഉൾപ്പെടുത്തണം, അൻവറിനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അത് തിരിച്ചടി ഉണ്ടാകും എന്നുകൂടിയുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കെ സുധാകരൻ നൽകുന്നത്. ഇത് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC അധ്യക്ഷനും കുറച്ചു മുമ്പ് എടുത്ത സമീപനത്തിനു വിരുദ്ധമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അൻവറിന്റെ UDF പ്രവേശനത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ കൂടി ഒരു ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു. നേരത്തെ അൻവറിന്റെ പരാമർശങ്ങളായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ അതൃപ്തിക്കിടയാക്കുകയും അൻവറിന് മുന്നിൽ അൻവറിനെ ഒന്ന് ഒടിച്ചു മടക്കിയെടുക്കാം എന്ന നിലയിലേക്കായിരുന്നു കോൺഗ്രസ് പോയിരുന്നത്. തങ്ങൾ അത് ഒറ്റക്കെട്ടാണ് എന്ന് കഴിഞ്ഞ നിമിഷം വരെയും കോൺഗ്രസ് നേതാക്കൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിരുന്നു. കാരണം സമവായത്തിന് ശ്രമിക്കുന്ന നേതാക്കളുടെ പോലും പുറത്തേക്കുള്ള പ്രതികരണങ്ങൾ ഏക സ്വരത്തിലുള്ളതായിരുന്നു എങ്കിൽ അവിടെയാണ് മുൻ KPCC അധ്യക്ഷനായ കെ സുധാകരന്റെ ചെക്ക് വന്നിരിക്കുന്നത്. അത് VD സതീശന് എതിരെയുള്ള പരാമർശങ്ങളായി